AMMയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലാതെ മുന്നോട്ട് പോവുകയാണല്ലോ. പ്രത്യേകിച്ചും അൻസിബ നീതിക്ക് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടം അത് വളരെ വലിയ ശ്രദ്ധ ആകർഷിച്ച് നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി നടി അൻസിബ ഹസൻ സമർപ്പിച്ച ഹർജി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നാണ് പരിഗണിക്കുന്നത്. നടി ലക്ഷ്മിപ്രിയ ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു അൻസിബയുടെ പാലാരിവട്ടം പോലീസിൽ അൻസിബ പരാതി നൽകിയത്. അമ്മ ഭരണം രജിസ്ട്രാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നടിമാരും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പരാതികളുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൊച്ചിയിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ തയ്യാറായിട്ടുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഈ AMMയിലെ പ്രശ്നങ്ങൾ തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ അൻസിബ തൻ്റെതായ പരാതികളുമായി രംഗത്തെത്തിയിരുന്നു. തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു ഉൾപ്പെടെയുള്ള നിരവധി പരാതികൾ അൻസിബ പോലീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ആ പരാതികളിലൊന്നും, പ്രത്യേകിച്ചും ലക്ഷ്മിപ്രിയയ്ക്കെതിരെയുള്ള പരാതികളിൽ പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ കോടതിയിലേക്ക് നീതിക്ക് വേണ്ടി അൻസിബയ്ക്ക് പോവേണ്ടി വന്നത്. ഈ കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോഴും പോലീസ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് മനസ്സിലായത്, FIR ഇട്ട് കേസെടുക്കുവാൻ പറ്റില്ല എന്നൊരു നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു. കോടതി അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇന്ന് ഈ കേസിനെ സമീപിക്കുക? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. അൻസിബയുടെ രണ്ട് ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തനിക്കെതിരെ വലിയ രീതിയിലുള്ള ക്രൂരമായ രീതിയിലുള്ള അപമാനം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആണ് ഈ ഹർജി ഇന്ന് പരിഗണിക്കുകയും ചെയ്യുന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അൻസിബ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഇവിടെ മാനനഷ്ടം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ അൻസിബയുടെ വാദം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് തനിക്കെതിരെ ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ഹർജി. രണ്ടാമത്തെ ഹർജി അത് മുൻസിഫ് കോടതിയാണ് പരിഗണിക്കുക. ഈ ഹർജിയിൽ പറയുന്നത്, അതായത് അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം അത് നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേതാ മേനോൻ ഹർജി സമർപ്പിച്ചിരുന്നു. അതിൽ തന്നെയും കക്ഷി ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തൻ്റെ വാദം കൂടി കേൾക്കണം, അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം അത് നിർത്തലാക്കിയത് അത് പുനഃപരിശോധിക്കണമെന്നാണ് അൻസിബ സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രജിസ്ട്രാർക്ക് അൻസിബ അടക്കമുള്ള 4 അമ്മയിലെ താരങ്ങൾ കത്ത് നൽകിയിരുന്നു. അൻസിബ ഹസൻ, അതോടൊപ്പം തന്നെ മാല പാർവതി, ഉഷ ഹസീന, പൊന്നമ്മ ബാബു, ഇവർ 4 പേരും കൂടിയാണ് ഈ കത്ത് നൽകിയത്. ഈ കത്തിൽ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് അമ്മയുടെ ഭരണം അത് രജിസ്ട്രാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. തിരുവനന്തപുരം സബ് രജിസ്ട്രാർ ഓഫീസിലേക്കാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അമ്മ സംഘടനയ്ക്കകത്ത് വലിയ രീതിയിലുള്ള ക്രമക്കേടിന്, പ്രത്യേകിച്ച് സാമ്പത്തിക ക്രമക്കേടിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഏകദേശം 6 കോടി രൂപ അമ്മയുടെ ബാങ്കിൽ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശ്വേതാ മേനോൻ ഭരണസമിതിക്ക് മുന്നേയുള്ള ഭരണസമിതിയുടെ ചെക്ക് ബുക്ക് അടക്കം ഈ ശ്വേതാ മേനോൻ ഭരണസമിതിയുടെ കയ്യിലുണ്ട്. അതൊക്കെ ദുരുപയോഗപ്പെട്ടേക്കാം എന്നൊരു കാര്യമാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ, അതായത് ശ്വേതാ മേനോന്റെ കൈവശം നിന്നും ഈ ഭരണം മാറ്റി അത് രജിസ്ട്രാറുടെ കൈവശത്തേക്ക് വരണം എന്നാണ് അൻസിബ അടക്കമുള്ള ഈ 4 നടിമാർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഒരു ജനറൽ ബോഡിയുടെ ആ ഒരു ദിവസം തന്നെയാണ് ഈ ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക, ഒപ്പം തന്നെ അമ്മയിലെ പ്രാഥമിക അംഗത്വം അടക്കം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റി ഇതിന്റെ ഭരണം ഏറ്റെടുക്കുകയും പിന്നീട് കേസുമായി ശ്വേതാ മേനോൻ മുന്നോട്ട് പോവുകയും പിന്നീട് വീണ്ടും ശ്വേതാ മേനോന്റെ കൈകളിലേക്ക് തന്നെ ഈ ഒരു ഭരണം എത്തുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി വലിയ ആശങ്കയാണ് തങ്ങൾക്കുള്ളത് എന്നൊരു കാര്യം കൂടി അൻസിബ അടക്കമുള്ള ഈ 4 പേർ സൂചിപ്പിക്കുകയും ചെയ്തുകൊണ്ട്, അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ രജിസ്ട്രാർക്കും ഒപ്പം തന്നെ കോടതിയിൽ അടക്കം നൽകിയ മിനിറ്റ്സ് ഉണ്ട്, അത് സുതാര്യമല്ല എന്നൊരു കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 4 പേർ ചേർന്നാണ് ഇത്തരത്തിലൊരു നിവേദനം അല്ലെങ്കിൽ ഒരു കത്ത് നിലവിൽ നൽകിയിരിക്കുന്നത്. അൻസിബയുമായി ബന്ധപ്പെട്ട് 2 ഹർജികളാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത്. സിന്ധൂരി.